Is it true? Is it true? Yeah, 너무 아름다워 두려워. ഈ കൊച്ചു ഗ്രാമത്തിലാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. എന്നത്തെയും പോലെ പ്രതീക്ഷയുടെ പ്രഭാതത്തെ വരവേൽക്കുവാൻ തയ്യാറെടുക്കുകയാണ് പച്ചപ്പൂവിരിച്ചിട്ട പാടവരുമ്പും പരസ്പരം കഥകൾ ചൊല്ലുന്ന നെൽക്കതിരുകളും പുലരിയുടെ സംഗീതവുമായി ഉദയസൂര്യനെ വരവേൽക്കുന്ന പക്ഷികളും. അരേ വാ, പറയുന്ന കേട്ടാത്തൊന്നും പിള്ളേർക്ക് എപ്പിസോഡും കണ്ട് മലയാളം പരീക്ഷ എഴുതാൻ പോവാനുണ്ടെന്ന് ഓവറാക്കണ്ട. ബാക്കി ഞാൻ പറയാം. അമ്മിനി മുളക്ക് തീറ്റക്ക് പുല്ലരിയുന്ന ജാനേച്ചി, പാല് കറക്കുന്ന ഗോപാലേട്ടൻ, കറന്ന പാലെ കൃഷ്ണേട്ടന്റെ ചായക്കടയിൽ കൊണ്ടു കൊടുക്കുന്ന ഗോപാലേട്ടന്റെ മോൻ മണിക്കുട്ടൻ, 18 വയസ്സ്, സിംഗിൾ. എന്റെ പൊന്നു ചുങ്കി മതി, ഇതിലും ബെസ്റ്റ് എന്റെ സാഹിത്യം. ഇതിപ്പോ നാട്ടുകാരുടെ സെൻസസ് എടുക്കുന്ന പോലെയുണ്ട്. ഇനി പറഞ്ഞു നീ ചളാക്കണ്ട. നമുക്ക് നേരെ നമ്മുടെ മെയിൻ കാസ്റ്റിലേക്ക് പോവാം. എന്ത് വലിയ വീടാണല്ലേ. അപ്പോ ഇതാണ് ഈ നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന പുത്തേടത്ത് തറവാട്. രാധു, കാപ്പി. ഈ തങ്കപ്പെട്ട മനുഷ്യൻ ആരാന്നറിയാൻ വേണ്ടി നല്ല ക്യൂരിയോസിറ്റി ഉണ്ടല്ലേ? പറഞ്ഞുതരാം. ഇതാണ് മാധവൻ. വെറും മാധവനല്ല, പുത്തേടത്ത് മാധവൻ. ഇന്ന് പുത്തേടം ഭരിക്കുന്ന കാരണവർ. എന്നാ അതിന്റെ യാതൊരുവിധ അഹങ്കാരവും അദ്ദേഹത്തിനില്ല. ഒരു പാവം റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ. ഇനി ബാക്കിയൊക്കെ നമുക്ക് കഥയിലൂടെ കാണാം. മാധവേട്ടാ, ആഹാ, എന്താ ഐശ്വര്യല്ലേ. മാധവേട്ടന്റെ രാധു എന്നുള്ള നീട്ടിവിളി കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് ആളെ പിടികിട്ടി കാണുമല്ലോ. ഇതാണ് രാധിക മാധവ്, നമ്മുടെ മാധവേട്ടന്റെ ഉത്തമയായ ഭാര്യ. രാവിലെ തന്നെ നിന്റെ കൈ കൊണ്ടൊരു കാപ്പി കിട്ടിയ അന്നത്തെ ദിനം ധന്യമായി. നിന്നെ ഒരു നോക്കു കണ്ടാലോ ദിനം ധന്യമായി, ദിനം ധന്യമായി. എന്റെ പൊന്നു മാമ, വല്ലപ്പോഴും കൈന്നൊക്കെ എന്തെങ്കിലും എടുത്തിട്. നീ ഇതിപ്പോ എവിടെ നിന്ന് പൊട്ടിപ്പൊളിച്ചടാ മരഭൂതമേ. രാവിലെ തന്നെ കെട്ടിയെടുത്തോളൂ. ഓ പിന്നെ പറയുന്ന കേട്ടാത്തൊന്നും ഞാൻ ഈ നേരത്തെ ആദ്യമായിട്ടാ വരുന്നത്. മിസ്റ്റർ മാമൻ, ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പുത്തേടത്ത് തറവാടിന്റെ സൂര്യൻ തന്നെ ഈ കണ്ണനാ. സ്വയം സൂര്യനെന്ന് വിശേഷിപ്പിച്ച ഈ മഹാനാണ് കേശവ് മനോഹരൻ. അല്ല, ഐ ആം സോറി അല്ല, അതായത് കേശവ് മനോഹർ അഥവാ കണ്ണൻ. ബൈ ദ ബൈ, കണ്ണൻ രാധുവിന്റെ ഏട്ടന്റെ മോനാണ്. ഞാൻ ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുന്നതിനും നീയാണോ സൂര്യനാണോ ആദ്യം എത്തുവാന്ന്. പക്ഷെ നീ ലേറ്റ് ആയടാ കണ്ണ. ഇന്ന് ആദ്യം വന്നത് സൂര്യനാ. അയ്യേ രാധു, നീ കരഞ്ഞോണ്ടാന്നാ കാപ്പിയിട്ടെ? അതെന്ത് മാധവേട്ടാ നിങ്ങൾ അങ്ങനെ ഒരു പറച്ചില്? അല്ല, കാപ്പിക്ക് ഭയങ്കര ഉപ്പ്, അതാ ചോദിച്ചത്. അയ്യന്റെ അപ്പ, 10 പൈസക്ക് കൊള്ളൂല. ആടാ, ഞാനിത് കേക്കണം. 10 മാസം ചുമന്ന് പെറ്റത് നിന്റെ അമ്മയാണെങ്കിലും 3 നേരം ഉരുട്ടി തരുന്ന ഞാനാ. മാമി, അത് ഞാൻ അങ്ങനല്ല പറഞ്ഞേ. വേണ്ട, എനക്കൊന്നും എനിക്ക് കേക്കണ്ട. അതിനിപ്പോ എന്ത്? ഞാനെന്ത് ഇത്രക്ക് ചെയ്ത്? ആ കടലക്കറിയിലുള്ള ഉപ്പ് എടുത്ത് കുറച്ച് കാപ്പിയിലിട്ട് പോയി. ആ കാപ്പിയിലിടേണ്ട പഞ്ചാര എടുത്ത് കടലക്കറിയിലിട്ട് പോയി.
മുത്തപ്പ. മനുഷ്യ മര്യാദക്ക് ആ കാപ്പി കുടിച്ചോളണം. പിന്നെ നിനക്ക് ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരും. അതെങ്കിലും മര്യാദക്ക് കിട്ടിയാ മതിയായിരുന്നു. ഇപ്പൊ കിട്ടും, നോക്കിയിരി. അല്ല മാമ, നമ്മുടെ സഖാ ഇതുവരെ എണീറ്റില്ല. അതിനുള്ള അലാറത്തിനല്ലേ നീ പെട്രോൾ അടിച്ചു വിട്ടത്. എന്താണ് കുട്ടാ? എടാ കുട്ടാ, എടാ കുട്ടാ, എടാ എണീക്കടാ. എന്താടാ നീ ഇങ്ങനെ? കുട്ടാ എണീക്ക്. 10-25 വയസ്സായി എന്നിട്ട് പോത്തോലെ കിടന്നുറങ്ങുന്നു നോക്ക്. ഓ എന്ത് ശല്യ പെണ്ണുങ്ങളെ കൊണ്ട്. മര്യാദക്ക് എണീറ്റോ നീ? ഇല്ലേ ആ അരിക്കൊമ്പനെ വെച്ച ബാക്കി വീടെടുത്ത് നിന്റെ ചന്തിക്ക് വെക്കും. ഓ പറയുന്നത് കേട്ടാ തോന്നും ആ അരിക്കൊമ്പനെ വെടിവെച്ചത് രാധികാ മാതാവാന്ന്. അതേടാ ഞാൻ തന്നെയാ. എന്തേ? അപ്പൊ എങ്ങനെയാ? നിങ്ങള് കാട്ടിപ്പോയോ അല്ല അരിക്കൊമ്പൻ വീട്ടിൽ വന്നോ? എണീറ്റ് വേണം മരപട്ടി. ഓ മാമി എന്തിനാ എന്നെ വിളിച്ച? ഓ വന്നല്ലോ കുട്ടന്റെ പൊട്ടൻ. പിന്നെ 5 മിനിറ്റിനുള്ളിൽ രണ്ടിനെയും താഴെ കണ്ടിട്ടില്ലേ ഞാനൊരു വരവ് ഇങ്ങോട്ട് വരും. മട്ടലെടുത്തിട്ട് തരും രണ്ടിനും. എണീറ്റ് വാടാ. എനക്കയ്യ നിന്റെ അമ്മയുടെ കൈവന്ന് വാങ്ങാൻ. നിന്റെ അമ്മ എന്നോട് പറയല്ല, പറഞ്ഞ പോലെ ചെയ്യും. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ മുക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന ആയിരങ്ങൾ ചോര. ഡെയിലി എനിക്ക് ഈ പാട്ടെന്നെ കേട്ട് മടുക്കുന്നില്ലേ കുട്ടാ? അതെന്ത് വർത്താനാടാ കണ്ണാ? സഖാവ് എണീറ്റൊന്നും പഞ്ചായത്ത് മൊത്തം അറിയണ്ടേ? നിങ്ങളെ പോലത്തെ ബൂഷുകൾക്കൊക്കെ ഇതൊരു പാട്ടായിരിക്കാം. പക്ഷേ ചെങ്കൊടി കയ്യിൽ പിടിച്ച് തഴമ്പിച്ച ഒരു സഖാവിനെ സംബന്ധിച്ചിടത്തോളം അനേകായിരം രക്തസാക്ഷികളുടെ ചുടുചോര ഞങ്ങളുടെ ഞരമ്പിലൂടെയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ പാട്ട്. ലാൽ സലാം സഖാവേ. ചതിച്ച് മാധവേട്ടാ. ഡോക്ടർ നമ്മളെ ചതിച്ച്. ഇവന്റെ തല കണ്ടപ്പോഴേ ഞാനൊന്ന് സംശയിച്ചതാ ഇവൻ നമ്മളെ ചോരയല്ലാന്ന്. ഇപ്പൊ നോക്ക് ഇവന്റെ വായി തന്നെ വീണ്. 26 വർഷം ഇവനെ തീറ്റി പോറ്റിയ പൈസയുടെ ഇതുപോലത്തെ 2 വീടും വെച്ച് വാടകയും വാങ്ങി തുയിച്ച് ജീവിക്കായിരുന്നു. തള നിന്റെ അച്ഛൻ. സോറി മാധവേട്ടാ. ഞാനൊരു കാര്യം പറയാം. എലക്ഷന് തോറ്റതിന്റെ ചുരുക്ക് എന്റെ മക്കിട്ട് തീർക്കാൻ നിൽക്കണ്ടേ? തീർക്കോടാ തീർക്കും. നിന്റെ മക്കിട്ട് തന്നെ ഞാനിത് തീർക്കും. അനക്ക് അത്രക്ക് ദണ്ണുണ്ട്. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാൻ തോറ്റത്. നീ ഇത് കേൾക്കണടാ മോനെ കണ്ണ. 9 മാസം ചുമന്ന് 26 വർഷം തീറ്റി പോറ്റിയ സ്വന്തം അമ്മയെ ജയിപ്പിക്കാണ്ട് എനക്കെതിരെ നിന്ന ആ ജലജക്ക് വേണ്ടി പട്ടി പണിയെടുത്ത പട്ടിയായി ഇവൻ. സോ പിറ്റി. ബൈ ദ ബൈ മാമി, ഈ വർഷത്തെ മാത്സ് പ്രകാരം 199 പ്രാവശ്യം ഫോണിൽ കൂടി 569 പ്രാവശ്യം നേരിട്ടും 32 പ്രാവശ്യം മാമൻ, അച്ഛൻ, അമ്മ, ലച്ചു, അപ്പുറത്തെ വീട്ടില് ശാന്തേച്ചി കൂടെ 800ാമത്തെ തവണയാ ഞാൻ ഈ ഡയലോഗ് കേൾക്കുന്നത്. കേക്കണം, ഞാൻ ഇത് തന്നെ കേൾക്കണം. അല്ലേ തന്നെ ഞാനത് ആരോട് പറയാൻ? ഈ പുത്തെടുത്ത് വീട്ടിൽ യാതൊരു മാത്രം അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. എനിക്ക് അതിലൊരു പരാതിയും ഇല്ല, ഒരു പരിഭവവും ഇല്ല. ഞാൻ പോന്ന്. എന്റെ മുത്തപ്പ, നീ ഇതെല്ലാം കാണുന്നില്ലേ? ഏടുന്ന് കിട്ടിയ അച്ഛൻ ഇതിനാ? ഞാനല്ലടാ, നിന്റെ അച്ഛമ്മ. ആരാടാ എന്നെ കുറിച്ച് ലൊട്ട പറയുന്നേ? അപ്പോ ഈ സുന്ദരിയാണ് പുത്തേടത്ത് വീട്ടിൽ ലക്ഷ്മി അമ്മ, അതായത് എല്ലാവരുടെയും ബിലോവഡ് ലച്ചു. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. രാവിലെ തന്നെ നിനക്ക് ഈ നട്ടാ കുലിക്കാത്ത നോണ പറയാൻ നാണുണ്ടടാ കണ്ണ. ഞാനാ? അതിന് ഞാനിപ്പോ എന്തെന്ന് നുണ പറഞ്ഞനി? ഞാൻ സുന്ദരിയാന്ന് പറഞ്ഞത് സത്യം. പക്ഷെ നീ സുന്ദരനാന്ന് പറഞ്ഞ മുത്തപ്പനാണെ ഞാനത് സമ്മതിച്ചു തരൂല. അയ് ശരി, അപ്പൊ ഞാൻ പൊട്ടനാ? ഓ, അപ്പം നിനക്ക് സത്യം പറയാനറിയാം. എന്തെന്നാ ഇത് രാവിലെ തന്നെ? കാലാപീല. ഓ ഞാൻ പോന്നു. എടാ കണ്ണ, നീ വരുന്ന?
ആശുപത്രിയിൽ നിന്ന് മാറിപ്പോയ അമ്മയുടെ കുട്ടാ, ആ പഞ്ചസാരയിട്ട കടലക്കറിയും പുട്ടും കേറ്റിട്ട് പോടാ. അറിഞ്ഞോണ്ട് കെട്ടിയ കെട്ടിയോനില്ലേ, കൊണ്ട് കൊടു. അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ. കൃഷ്ണേട്ടാ, 2 സ്ട്രോങ് ചായ. ഇങ്ങനൊക്കെ നടന്നാ മതിയോടാ കണ്ണ, ഒരു ജോലിക്കൊക്കെ പോണ്ടേ. ഇങ്ങനൊക്കെ അങ്ങ് നടന്നാ മതിയോ രാമേട്ടാ? സ്വർഗത്തിലേക്ക് ഒരു വിസിറ്റ് ഒക്കെ വേണ്ടേന്ന്. കാലം വന്ന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയൊരു കാലം എത്രയെന്ന വിചാരം? വെറുതെ വെയിറ്റിംഗ് ചാർജ് കൊടുക്കേണ്ടി വരൂട്ടാ. ഒരു സംശയമില്ല, നീ ആ കള്ള മനോഹരന്റെ മോൻ തന്നെ. ലുക്ക് മിസ്റ്റർ റാം, ഇറ്റ്സ് നോട്ട് മനോഹരൻ, ഇറ്റ്സ് മനോഹർ. ഐ ആം കേശവ് മനോഹർ. മനോഹരായാലും മനോഹരനായാലും നിന്റെ തന്ത ആ കോഴിക്കള്ളം മനോഹരൻ തന്നെയല്ലേ? ആരാടാ എന്റെ അച്ഛനെ പൊക്കി പറയുന്നത്? സഖാവ് മെഹർനിസ, 25 വയസ്സ്, ഡോട്ടർ ഓഫ് മൊയലാളി ഹൈദരലി ആൻഡ് പാവം വീട്ടമ്മ സൈനബ. വരവായി നീ ആയിഷ അല്ല മെഹറൂ. ഓള തട്ടുവിട്ട എന്റെ കൃഷ്ണേട്ടാ. ചെള്ളം നോക്കി തന്നാലേ നീ ആ മതിലിന്റെ മേലെ സ്റ്റിക്കറാവും. കുട്ടാ, വല്ല പണിക്കും പോയിക്കൂടെ? നല്ല പ്രായമുണ്ടല്ലോ. കണ്ണൂർ കൂത്തുപറമ്പ് പാർട്ടി ഓഫീസിന് നേരെ അക്രമം, പാർട്ടി പ്രവർത്തകർക്ക് നേരെ വധഭീഷണി. സംഭവത്തെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഹർത്താൽ ആഹ്വാനം ചെയ്തു. ഹായ്, ഇന്ന് ലീവ്. അതിന് നിനക്കവിടെ പോവാനില്ലേ? അതെന്ത് വർത്താനാടാ കുട്ടാ? ഞാനല്ലേ ബാലസംഘ ഏരിയ പ്രസിഡന്റ്. എന്റെ പിള്ളേർക്ക് ലീവ് കിട്ടൂലടാ. അവരുടെ സന്തോഷം എന്റെ സന്തോഷല്ലേടാ. എടാ കണ്ണ, ഇന്ന് മാച്ച് ഉണ്ട്. ലേറ്റ് ആയിട്ട് വന്നിട്ട് ബാറ്റിന് വേണ്ടി കിടന്ന് കരഞ്ഞ തരൂലാട്ടാ. അയ്യോ, അങ്ങനത്തെ കനത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഞാൻ ഷാർപ്പ് ടൈമിൽ തന്നെ എത്തിയിരിക്കും. ഇത് കേശവന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. ആരാടാ കേശവൻ? കേശവനല്ല, കേശവ് മനോഹർ, അതായത് ഈ ഞാൻ. അയ്യേ, നിന്റെ ഇത്ര പഴഞ്ചൻ പേരായിരുന്ന? പഴഞ്ചനാ? നീ പോടാ. നീ പോടാ പട്ടി. എന്നെ പട്ടിന്ന് വിളിച്ചിട്ട് ഓടിപ്പോയടാ കുട്ട. നിന്റെ മോനെ നോക്കിട്ട് വിളിക്കാൻ പറ്റുന്നല്ലേ വിളിക്കൂ. യൂട്യൂബ് കുട്ടാ, നീ ഇത് കൗണ്ട് ചെയ്ത് വെച്ചോ. എവരി ഡോഗ് ഹാസ് എ ഡേ. അയ്യോ അമ്മേ, നന്നായി, ഇനിയെങ്കിലും ആ നാ കടക്കി വെക്ക്. കണ്ണൂരിൽ ഹർത്താലിനെ തുടർന്ന് വിവിധയിടങ്ങളിൽ അക്രമം. PSC ഉദ്യോഗാർത്ഥികൾക്ക് വാഹനങ്ങൾ കിട്ടാതെ പ്രതിസന്ധിയിൽ. ഇവർക്കെല്ലാം ഹർത്താൽ എന്ന് പറഞ്ഞ് വിളിച്ചു പറയലേ വേണ്ടു. കെട്ടിവരിയുന്നത് സാധാരണ ജനങ്ങളും. കുറെ കാലയൊന്നും ഇല്ലാത്തത്. ശരിയാ സഖാവെ, സഖാവ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഓരോ സാധാരണക്കാരനെയാ. ഒരു ദിവസത്തെ പണി പോയ അന്നം മുടങ്ങുന്നവരുണ്ട് ഈ നാട്ടിൽ. നമ്മൾ പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും അവർക്ക് വേണ്ടിയാ. അവിടെയാണ് ഒരു യഥാർത്ഥ സഖാവ് ജനിക്കുന്നത്. ഇൻകിലാം സിന്ദാബാദ്. സഖാവി രോഞ്ചാമോ? ആഹാ, കണ്ണായിട്ടനും സഖാവായോ? നിറകുടം തുളുമ്പാറില്ലെന്നല്ലേ മോളെ? എന്നിലെ സഖാവ് എന്നോട് കൂടി മണ്ണടിയട്ടെ. എന്റെ കൈയിന്റെ 7 അകത്തുനിന്ന് മാറി നിൽക്കുന്നതാ നിനക്കുന്നല്ലേ? അല്ലെ ഇപ്പൊ തന്നെ നീ മണ്ണടിക്കും. ചാരു, നീ ഇങ്ങോട്ട് ഒറ്റക്കാണോ വന്നേ? അതെന്താ കൃഷ്ണേട്ടാ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ചോദ്യം? ഇവിടെ എപ്പം വരുന്നതല്ലേ? നീ ശ്രദ്ധിച്ചോടാ കൂട്ടാ, ഈ ഇടയായിട്ട് ഇവളുടെ വോൾട്ടേജ് ഇപ്പം കുറച്ച് കുറവാ. ഞാനിപ്പോ 240 വോൾട്ട് കത്തിച്ച് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ചേച്ചി. കുട്ടാ, ആ ഡയലോഗിൽ എന്തോ ഒരു അപാകത ഉണ്ടല്ല. എന്ത്? നിങ്ങൾക്ക് തോന്നുന്നതാ? ഇവക്ക് ഈയിടെയായിട്ട് കുറച്ച് തർക്കോത്തരം കുറച്ച് കൂടുതലാ. മിണ്ടാതില്ലേടി? അല്ലേലും ഞാൻ മിണ്ടിയാലല്ലേ കുഴപ്പം? കാണിക്കേണ്ടവർക്ക് എന്തും കാണിക്കാം, ഒരു കുഴപ്പമില്ല. ചാരു, നീ പറഞ്ഞിട്ട് പോയാ മതി. ഇവിടെ ഇരിക്കു ചാരു. ഇനി പറ, ഏട്ടനോട് പറ. അത് രാഹുൽ, സോറി. ഏടെ നോക്കിട്ടടി നീ നടക്കുന്നത്? അറിയാതെ പറ്റിയതാ, ഒന്നും പറ്റിയില്ലല്ലോ, സോറി. ഒരു സോറി പറഞ്ഞ മോളെ വിടുന്നു വിചാരിക്കുന്നുണ്ടോ? ഡു യു നോ ഹൗ മച്ച് കോസ്റ്റ്ലി ഇസ് ദിസ്? എവിടുന്ന് നാട്ടും വെറുതെ പട്ടിക്കൂട് വലുത്ത് ചായക്കട നടത്തുന്നവന്റെ മോൾക്ക് ഇതിന്റെ ഒന്നും വില പറഞ്ഞാൽ മനസ്സിലാവില്ല. നാട്ടും പുറത്ത്
പട്ടിക്കൂട് പോലത്തെ ചായക്കട നടത്തുന്നവന്റെ മോള് തന്നെയാണ് ഞാൻ. അതിൽ എനിക്കൊരു നാണക്കേടുമില്ല. ഇത്രയും കാലം അന്തസ്സായിട്ട് തന്നെയാ എന്റെ അച്ഛൻ എന്നെ വളർത്തിയത്. അല്ലാണ്ട് നിന്റെ തന്തയെ പോലെ ചാവം കിടക്കുന്നവന്റെ കഴുത്തറുത്തിട്ടല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഷർട്ടിന്റെ വില എനക്കറിയണ്ട. ഡീ വാക്കുകൾ ഉപയോഗിക്കേണ്ടടുത്ത് വാക്കുകൾ മാത്രം ഉപയോഗിക്കാം. ദേഹത്ത് തുടരുത്. ഇതിനുള്ളത് ഈ രാഹുൽ നിനക്ക് തരും. കുറിച്ച് വെച്ചോ നീ. എന്നിട്ട് കുറച്ച് ദിവസത്തേക്ക് ഒരനക്കം ഇല്ലായിരുന്നു. പക്ഷേ കോളേജ് ഡേയുടെ അന്ന് എന്റെ ഫ്രണ്ടിന് വയ്യാണ്ടായി. അവൾക്ക് വെള്ളമെടുക്കാൻ ഞാൻ ക്ലാസ്സിൽ പോയപ്പോ ഡോ താൻ എന്താ കാണിക്കുന്നേ? അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. മര്യാദക്ക് വാതില് തുറക്കാനാ പറഞ്ഞേ. തുറക്കാം. നീ കുറച്ച് ക്ഷമിയടി. രാഹുൽ, നീ എന്താ ചെയ്യാൻ പോന്നെ? ഈ കടം കൊടുത്താലേ 10 ഇരട്ടിയായി തിരിച്ചു വാങ്ങണമെന്നാ എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ച്. അപ്പോ എനിക്ക് തന്ന കടത്തിന് പലിശ സഹിതം ഞാൻ തിരിച്ചു തരണ്ടേ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ബേബി. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ആ കഥകിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന പ്രിൻസിപ്പാളിന്റെ അവിടെ കൂടി നിന്ന സ്റ്റുഡൻസിന്റെയും ടീച്ചേഴ്സിന്റെയും മുന്നിൽ എന്നെ അവനെ വിളിച്ചേറ്റൊരു പെണ്ണാക്കി മാറ്റി രാഹുൽ. തിരിച്ച് ഒരക്ഷരം പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ എല്ലാവരുടെയും മുന്നിൽ ഞാൻ കുറ്റക്കാരിയായി നിന്നു. ഡിസിപ്ലിനറി ആക്ഷന്റെ പേരിൽ അച്ഛനെ കോളേജിലേക്ക് വിളിപ്പിച്ചപ്പോ എനിക്ക് എന്റെ മോളെ വിശ്വാസം. ഒരച്ഛനെന്ന നിലയിൽ എനിക്ക് എന്റെ മോളാ വലുത്. ഇനി ആ കോളേജിൽ എന്റെ മോള് പഠിച്ച ആ ചെക്കൻ എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കും. അന്ന് ആ കോളേജിന്റെ മുന്നിൽ നിന്ന് എന്റെ മുഖത്തൂക്കി പറഞ്ഞതാ, എന്നെയും എന്റെ മോളെയും ഇനി ജീവിക്കാൻ സമ്മതിക്കൂലെന്ന്. ചാലു, നാളെ കൃത്യം 9 മണിക്ക് റെഡി ആയിട്ടിരുന്നോളാം കോളേജിൽ പോവാൻ. വേണ്ട കുട്ടാ, നമ്മളായിട്ട് ഇനിയൊരു പ്രശ്നത്തിന് പോകണ്ട. നിങ്ങൾ തന്നെയല്ലേ കൃഷ്ണട്ടാ പറയല്, നമ്മള് നിങ്ങളെ സ്വന്തം മക്കളെ പോലെയാണ്. അപ്പോ ഇവള് നമ്മുടെ പെങ്ങളല്ലേ? ഇവള് എന്റെ പെങ്ങളാണ്. നാളെ ഇവളാ കോളേജിൽ പോയിരിക്കും. പേടിയുണ്ടോ ചാരു നിനക്ക്? എന്റെ ജീവിതം ഈ ചായക്കടക്കാരന്റെ അധ്വാനാണ്. പക്ഷെ ഓർമ്മ വെച്ച പ്രായം തൊട്ട് ഞാൻ കണ്ടുപഠിച്ചത് എന്റെ ഈ 2 ഏട്ടന്മാരെയാ. കൃഷ്ണട്ടൻ പേടിക്കാതിരിക്കും. ഈ ശരീരത്തിലെ അവസാന ശ്വാസം നിലക്കുന്നതുവരെ എന്റെ ചാലുടെ രോമത്തിൽ ഒരു തരി മണ്ണ് വാരിയിടാൻ പോലും സമ്മതിക്കില്ല ഈ അർജുൻ മാധവ്. ഒന്നുമില്ല, സാധാരണ പോലെ കയറിക്കോ. അല്ല, ഇതാരെന്റെ കാമുകിയോ? ഓ സോറി, ഫേക്ക് കാമുകി. എവിടെയായിരുന്നു ഇത്ര ദിവസം? ഈ ഏട്ടായി എത്ര മിസ് ചെയ്തെന്നറിയോ? ഷേ, എന്നാലും ആ പ്രിൻസിപ്പളിന് വരാൻ കണ്ട സമയം എന്റെ ഫേക്ക് കാമുകി ഒന്ന് തൊടാനോ തലോടാനോ പറ്റിയില്ല. ഓ, അത് സാരില്ലാന്നേ. തൊടാനും തലോടാനും ഒക്കെ സമയം ഇനി എത്ര കിടക്കുന്നു. അതിന് നിനക്ക് ആയുസെത്താൻ ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കാം. ഇതേതാ ഒരു പുതിയ അവതാരം? പുതിയതൊന്നും അല്ലട മോനെ, നിന്നെക്കാൾ 5-6 ഓണം മുന്നേ ഉണ്ടതാ. അല്ലെങ്കിലും എനിക്ക് ഈ ചേച്ചിമാരോടാ താല്പര്യം. സോ ചേച്ചി ഒന്ന് മനസ്സ് വെച്ചാ മതി. മനസ്സ് വെക്കണമെന്നൊക്കെ ഉണ്ടടാ, പക്ഷെ ഇക്ക സമ്മതിക്കണ്ടേ? അയക്കാനോട് പോവാൻ പറ. നമുക്ക് വല്ല കുളു മണാലിയിലോ റൗണ്ട് അടിച്ചിട്ട് വരാം. നിങ്ങൾ റൗണ്ട് അടിക്കാൻ പോയാ എന്റെ പിള്ളേരെ പിന്നെ നിന്റെ അപ്പം വന്ന് നോക്കൂടാ. എന്റെ പൊന്നു കണ്ണേട്ടാ, അതിലും ഭേദം പിള്ളേരെ മണാലിക്ക് വിടുന്നതാ. ഇല്ലേ, നോക്കിയതിന്റെ മുതലും പരിശീയും അവന്റെ അന്ത മേടിക്കും. നീ തിളക്കടി തിളക്ക്. ഈ വെടി പോലത്തെ അവിടെയും ഈ നരന്ത ചെക്കനെയും കണ്ട ഈ രാഹുൽ പേടിക്കുന്നു നീ വിചാരിച്ചോ? എടാ വെടി, ചെക്ക മൂട് കളഞ്ഞണ.
എന്നാലും അവൻ പേടിച്ചില്ലല്ലോടാ. ശേ, നമ്മളെ 20 രൂപ ബസ് ചാർജ് നഷ്ടായി. എന്ത് ബെഹ്റു, 20 രൂപയൊക്കെ അങ്ങനെ പാഴാക്കാൻ പറ്റുമോ നമുക്ക്? കൂട്ടാ, നീ അങ്ങനെ ചങ്ക കൊള്ളുന്ന വർത്താനൊന്നും പറയലടാ. 20 രൂപ വെച്ച് ബ്രാൻഡഡ് ഷർട്ട് കിട്ടിയില്ലെങ്കിലും എത്ര പരിപ്പട വാങ്ങി തിന്ന്. അത് പോയിന്റ്. ധനനഷ്ടം, സമയനഷ്ടം. ചെക്കനാണ് ഒട്ട് പേടിച്ചൂല്ല. ആകെ മൊത്തം ഇതൊരു നഷ്ട കച്ചവടായി പോയല്ലോടാ കുട്ടാ. എത്രയോ ആയ സ്ഥിതിക്ക് ഇത് പരിഹരിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അക്കോർഡിംഗ് ടു ബ്ലേഡ് കുമാരൻസ് തിയറി, ബ്ലേഡ് കുമാർസ് തിയറി, കൊടുത്താ 10 ഇരട്ടിയായിട്ട് തിരിച്ചു വാങ്ങണം. പിന്നെ നീ ആരുടെ അമ്മനെ കെട്ടിക്കാനാടാ നോക്കിക്കുന്നത്? കൊടുക്കാനുള്ളത് വെച്ച് താമസിച്ചു. Bring the action. Idiot! I'm sorry, Chadu, for the misunderstanding. And you, rascal, you are suspended for 3 months. Get out. അപ്പോ എങ്ങനെ മോനെ രാഹുലേ, 3 മാസത്തെ വിശ്രമ ജീവിതത്തിന് പോവല്ലേ? പിന്നെ പേടിക്കൊന്നും വേണ്ടട്ടാ. ഒരാഴ്ച നല്ല ചൂട് വെള്ളത്തിലങ്ങ് കുളിച്ചാ മതി. ഈ വേദനയൊക്കെ അങ്ങ് പമ്പ കടന്നു പോയി. ഇനി ഈ തടവാന തീരുമാനമൊക്കെ ആണെങ്കിൽ ചേട്ടന്മാരെ വിളിച്ചാ മതി. ജസ്റ്റ് 1 മിസ്ഡ് കോൾ. ദേ പോയി, ദാ വന്നു. ശരി, എന്നാ ചേട്ടന്മാരങ്ങ് ഇറങ്ങുക. പിന്നെ തന്നതൊന്നും മറക്കാനല്ല, മറിച്ച് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തല. അപ്പോ കുളു മണാലിക്ക് റൗണ്ട് അടിക്കാൻ പോവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ചേട്ടനെ കൂടി വിളിക്കണേടാ. നിന്റെ അപ്പന്റെ ചെലവിൽ വരാൻ ഞാൻ റെഡി. രാമ 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 കിട്ട വില്ലേ കിട്ട ഭീമ 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 കിട്ട കതേ കിട്ട. ആ വന്നല്ലേ ഇനാമ്പച്ചി വരപ്പട്ടി, ഇപ്പൊ പെർഫെക്റ്റ്. ഉഫ് മാമി, നിങ്ങളുടെ കുടുംബവളക്കിലെ സുമിത്ര പോലും ശത്രുവായിരുന്ന വേദിക വീട്ടിൽ കയറ്റി. അയിന് എന്നാ ഞാൻ ആ ജലജല കൂട്ടി കയറ്റിക്കോളൂ. എന്നിട്ട് അവളെ ജയിപ്പിച്ച നിങ്ങളെ പുറത്താക്കാം. ഏത് നേരത്താ എന്തോ എന്റെ മുത്തപ്പ. 5/2/2023. അതെന്താ രാധമ്മേ? അന്നരടി മെഹറു എലക്ഷൻ ഉണ്ടായത്. പുല്ല്, ഞാൻ പോന്ന്. തളരരുത് രാമൻകുട്ടി, തളരരുത്. എടാ, മീനു വിളിച്ചിട്ടുണ്ടായി. നിങ്ങൾ രാവിലെ തന്നെ എയർപോർട്ടിൽ പോയി മോളെ പിക്ക് ചെയ്യണേ. ആരാ മീനു? വേറെ ആര്? 22 വർഷം മുമ്പ് ആ കള്ള നസ്രാണിയുടെ കൂടെ ഒളിച്ചോടി പോയ എന്റെ മോള് തന്നെ. അവളുടെ ഒരേ ഒരു സന്താനം നാളെ വരുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാ അവളെ കാണാൻ പോന്നെ. അപ്പോ വെളുപ്പിന് തന്നെ 3 ഇറങ്ങിക്കോ. ഇല്ലച്ചാ, നാളെ തന്നെ ഉണ്ടാവില്ല. നാളെ എനിക്കൊരു പെണ്ണാണലുണ്ട്. അപ്പോ ഇവരെന്നാളെ നാളെ പോയിട്ട് വരട്ടെ. അപ്പൊ നാളെയും കുറെ കോഴിക്കാലി വേസ്റ്റ്. എനിക്ക് പിന്നെ ഈ കല്യാണം മുടക്കല് പുതിയ കാര്യമല്ലല്ലോ. അതേതാടാ പുതിയ പാട്ട എന്റെ കഞ്ഞിയിൽ വീഴാൻ വരുന്നു. എന്തായാലും അവള് തന്നെ ഹിറ്റടിച്ച് ഓടിച്ചോളും, അതൊരു സമാധാനം. എന്നാ വാ മെഹറു, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ലേറ്റ് ആവണ്ട. നാളെ ഫ്രഷ് ആയിട്ട് ഹിറ്റടിച്ച് ഓടിക്കാനില്ലതല്ലേ, അല്ല കല്യാണം മുടക്കാനില്ലതല്ലേ. വാ. എന്നാ ശരി, നിങ്ങൾ വിട്ടോ. എടാ കണ്ണ, നാളെ ലേറ്റ് ആക്കണ്ട, രാവിലെ തന്നെ ഇങ്ങ് എത്തിക്കൊള്ളണം. ഞാനല്ലേടാ ഇവിടത്തെ സൂര്യൻ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമീ കണ്ണനെയാണിവർക്കിഷ്ടം. അഞ്ജന കണ്ണെഴുതിയാലേ
എടാ അതിന് അഞ്ജലിയൊന്നുമല്ല വരുന്നത്. കലാബോധമില്ലാത്ത പൊട്ടൻ. നിനക്ക് കുറെ ഉണ്ടല്ല, അതന്നെ അൺലിമിറ്റഡ് പാക്കേജാ. നീ രാധിക മാധവന്റെ പുത്രൻ തന്നെ. അതേ ലെവലിൽ ചളി. മനോഹരന്റെ മോന്റെ ലെവല് വെറുതെ എന്നെ കൊണ്ട് പറയിക്കരുത്. കുട്ട, എന്നടാ ഇറ്റ്സ് മനോഹർ. മലയാളി പെണ്ണെ നിന്റെ കനേഡിയൻ പെണ്ണെ നിന്റെ ഒരു പെണ്ണ് വരുന്നത് പറഞ്ഞ ഇളക്കല്ലടാ നിനക്ക്. അതിന് വരുന്നത് ഒരു സാധാരണ പെൺകുട്ടി അല്ലല്ലോ. കാനഡയിൽ ജനിച്ചു വളർന്ന നല്ല അസൽ മലയാളി പെൺകുട്ടി. നീ ലച്ചു വരുന്ന കേട്ടിട്ടില്ല? ദിവസവും രാവിലെ എണീറ്റ് ഈറനോടെ തുളസിക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്ന. കാനഡയില് തുളസിയാ? അതേന്ന് ലച്ചു പറഞ്ഞതാ. മുട്ടോളം മുടിയുള്ള സാരിയൊക്കെ എടുത്ത് ചന്ദനക്കുറിയൊക്കെ തൊട്ട് മധുരമായി പാടുന്ന മലയാളി തനിമയുള്ള നിന്റെ മുറപ്പെണ്ണിനെ കുറിച്ച്. ഏതു വകയില്? നിന്റെ അച്ഛന്റെ പെങ്ങളുടെ മോള് പിന്നെ എന്റെ മുറപ്പെണ്ണാവോടെ പൊട്ടാ. നിനക്ക് വേണേ ഞാൻ ആ പോസ്റ്റ് ഒഴിഞ്ഞു തരാം. എന്നിട്ട് മെഹറുടെ ഞാൻ എടുത്തോളാം. കുട്ടാ, നോ, മെഹറൂനെ തൊട്ട് കളിക്കരുത്. നിന്റെ പെങ്ങൾ എന്റെ പെങ്ങളല്ലേടാ. എന്റെ ജാതകത്തില് ഉമ്മച്ചിക്കുട്ടിയാടാ. എന്റെ ശാലീന സുന്ദരിയായ പെങ്ങൾ എന്തേ വരാത്തേന്തോ. പേടകം ഭൂമിയിൽ സ്പർശിച്ചില്ലെന്നുണ്ടോ? കുട്ടാ, അങ്ങോട്ട് നോക്കിയിരുന്നോ. ഇപ്പൊ വരും പുത്തേടത്ത് മീനാക്ഷിയുടെ ഏക സന്താനം.